കേരളത്തിൽ അങ്ങനെയാണ്. ക്യു എയിൽ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. മൊത്തം ഇപ്പോൾ നിങ്ങൾക്ക് 7 സ്ഥലത്താണ്, 7 ബ്രാഞ്ചസാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ കൊച്ചി വന്നു 1 വർഷമായി. ഞങ്ങൾ ഒരു ഭയങ്കര അഗ്രസീവായിട്ട് പോകുന്ന ഒരു ഫോമല്ല. കാരണം ഇതിനകത്ത് വേറെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫോമല്ല അതൊക്കെ. ഐ മീൻ നമ്മൾ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ അപ്പൻ, എൻ്റെ ബ്രദർ, അല്ലാണ്ട് അപ്പുറത്തോട്ട് ഇതിനകത്ത് വേറൊരു തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്ഥാപനത്തിലില്ല. അപ്പം അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് പോകണമെങ്കിൽ ഒന്നെങ്കിൽ തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ എടുക്കണം. ബാങ്കും അതുപോലെ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ട് പോകുന്ന ഒരു ഫോമല്ല. നമ്മളൊരു സേഫ് പേസിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. എന്നാലും എക്സ്പാൻഷൻസും നമുക്ക് ബ്രാഞ്ചസ് കൂട്ടിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അടുത്തൊരു എക്സ്പാൻഷൻ പോകുമ്പോൾ നമ്മൾ അതിന് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അത് എവിടെ ഏതെടുത്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് ചെയ്യണം. പക്ഷേ ഞങ്ങൾ യു എയിൽ എക്സ്പാൻഷൻസും ചെയ്യുന്നുണ്ട്. യു എയിൽ എക്സ്പാൻഷൻസും ഞങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുണ്ട്. കേരളത്തിൽ ഓൾമോസ്റ്റ് കുറച്ച് സാച്ചുറേഷനാണ് ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ. കാര്യം എല്ലാവരുടെയും പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതിനുള്ള റിട്ടേൺസ് ആർക്കും കാര്യമായിട്ടില്ല. എന്നാലും ഓക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ എക്സ്പാൻഷൻ സ്കൂളിൽ ഇപ്പോൾ നോക്കുന്നത്